ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കളിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോമായ ഒരു ഗെയിം വളരെ സിമ്പിൾ കൺസെപ്റ്റുമായി വന്ന് പിന്നീട് വീഡിയോ ഗെയിമുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡുകളും ഫാൻ ബേസും സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗെയിം. ഒരിക്കൽ കളിച്ചാൽ മടുക്കാതെ മണിക്കൂറുകൾ വരെ സ്ക്രീനിൻ്റെ മുന്നിൽ നിങ്ങളെ അഡിക്റ്റാക്കി നിർത്താൻ കെൽപ്പുള്ള ആ ഒരു ഗെയിം ഇന്നും കോടിക്കണക്കിന് ആക്റ്റീവ് യൂസേഴ്സുമായി സജീവമായി തന്നെ തുടരുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത് 2012 പുറത്തിറങ്ങിയ സബ്വേ സർഫറിനെ പറ്റിയാണ്. ഒരു പയ്യൻ ട്രെയിനിൽ മേൽ സ്പ്രേ പെയിൻറ് ചെയ്യുകയും അത് കണ്ടുവന്ന ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഒരു ഗെയിമിൻ്റെ തീമെങ്കിലും പലർക്കും അറിയാത്ത ഡാർക്കായിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറി തന്നെ സബ്വേ സർഫറിൻ്റെ പിന്നിലുണ്ട്. പലരും ശ്രദ്ധിക്കാത്തതും പലർക്കും അറിയാത്തതുമായ സബ്വേ സർഫറിൻ്റെ ഹിഡൻ സ്റ്റോറിയും ഫാൻ തിയറീസുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സബ്വേ സർഫറിൻ്റെ കഥ തുടങ്ങുന്നത് 2012 ഡെൻമാർക്കിലെ 2 ഗെയിം സ്റ്റുഡിയോസാണ് സബ്വേ സർഫർ എന്ന ഗെയിം റിലീസ് ചെയ്യുന്നത്. വളരെ ലളിതമായ കൺസെപ്റ്റുമായി വന്ന ഒരു ഗെയിം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മൊബൈൽ ഗെയിമേഴ്സിൻ്റെ ഇടയിൽ ഒരു തരംഗമായി മാറാൻ സാധിച്ചത്. ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമിംഗ് എൻവയോൺമെൻറ്റും റൂളുമാണ് സബ്വേ സർഫറിന് ഡെവലപ്പേഴ്സ് നൽകിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഗെയിമുമായി യൂസേഴ്സിന് വേഗം ഇണങ്ങിച്ചേരാൻ സാധിച്ചിരുന്നു. എൻഡ്ലെസ് റണ്ണർ കാറ്റഗറിയിലാണ് സബ്വേ സർഫർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ സ്കോറുകൾ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ സ്കോറുകൾ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ഒരിക്കലും ഗെയിമിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒരിക്കൽ പോലും മടുപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഗെയിം കളിക്കാൻ യൂസേഴ്സിനെ തോന്നിപ്പിക്കുന്നതാണ് സബ്വേ സർഫറിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി നമ്മൾ ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വേൾഡിൽ ജെയ്ക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ ട്രെയിനിൽ മേൽ സ്പ്രേ പെയിൻറ് ചെയ്യുകയും അല്ലെങ്കിൽ ഗ്രഫിറ്റി യൂസ് ചെയ്യുകയും അത് കണ്ടുവന്ന സെക്യൂരിറ്റി ഗാർഡും അദ്ദേഹത്തിൻ്റെ നായയും ജെയ്ക്കിൻ്റെ പിന്നാലെ ഓടുന്നതുമാണ്. ഇതാണ് ഏതൊരു വ്യക്തിക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നതെങ്കിലും ഇതിനെല്ലാം വിപരീതമായി ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മിസ്റ്റീരിയസ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ളതുമായ ചില ഫാൻ തിയറീസാണ് സബ്വേ സർഫറിനെ പറ്റി ഇൻ്റർനെറ്റ് ലോകത്ത് പ്രചരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഏറ്റവും കൂടുതൽ പ്രചാരവും എല്ലാവരും വിശ്വസിക്കുന്നതുമായ ഒരു ഫാൻ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: സബ്വേ സർഫറിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജെയ്ക്ക് ആക്ച്വലി ഒരു റിയൽ ക്യാരക്ടർ ആണ് എന്നാണ്. ജെയ്ക്ക് റിയൽ ലൈഫിൽ ട്രെയിനിൽ മേൽ ഗ്രഫിറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ച് മരിച്ചു പോയതാണ് എന്നാണ് ഫാൻ തിയറീസ് പറയുന്നത്. ഗെയിമിൽ കാണിക്കുന്ന ചേസ് സീനും ജെയ്ക്കിൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ അവസാന മൊമെൻറ്റ്സ് ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു തിയറി പറയുന്നത് ഇങ്ങനെയാണ്: ജെയ്ക്ക് സബ്വേ സർഫർ നിർമ്മിച്ച ഡെവലപ്പേഴ്സിൽ ഒരാളുടെ മകനായിരുന്നു എന്നും ആ പയ്യൻ ഇതുപോലെ സ്കേറ്റിങ്ങും സ്ട്രീറ്റ് ആർട്ടും വളരെ അധികം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ട്രാജിക് ആയിട്ടുള്ള മരണത്തിന് ശേഷമാണ് ആ പയ്യൻ്റെ അച്ഛൻ തൻ്റെ മകന് വേണ്ടി ഇങ്ങനൊരു ഗെയിം നിർമ്മിച്ചതെന്നാണ്. ഇതിന് തെളിവായി ഫാൻസ് നിരത്തുന്നത് സബ്വേ സർഫറിൽ ജെയ്ക്കിനെ പിന്തുടരുന്ന ആ ഇൻസ്പെക്ടറെ തന്നെയാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും ഗെയിമിൽ വളരെ സാഡായിട്ട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. റിയൽ ലൈഫിൽ ഈ പയ്യൻ മരിക്കുന്നത് നേരിട്ട് കണ്ട ഇൻസ്പെക്ടറെയാണ് ഗെയിമിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പലരും അവകാശപ്പെടുന്നത്. റിയൽ ലൈഫിൽ മരിച്ചുപോയ ആ പയ്യൻ്റെ അവസാന നിമിഷങ്ങളെയാണ് അല്ലെങ്കിൽ ആ പയ്യൻ്റെ സോൾ ഒരു ആത്മാവിനെയാണ് നമ്മൾ ഗെയിമിലൂടെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് മാത്രം ആസ്വദിക്കുന്ന സബ്വേ സർഫർ എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കുന്നവർ ഏറെയാണ്. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള മൊമെൻറ്റ് എൻലെസ് ലൂപ്പായിട്ട് ഡെവലപ്പ് ചെയ്തിറക്കിയ ഒരു ഗെയിമാണ് സബ്വേ സർഫർ എന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ ഈ 2 ഫാൻ തിയറീസും സബ്വേ സർഫറിൻ്റെ ഡെവലപ്പേഴ്സായിട്ടുള്ള കീളുവും സൈവു ഗെയിം സ്റ്റുഡിയോസും ഇതിനെ നിരസിച്ച് രംഗത്ത് വരികയും ഇത് വെറും മിത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഡെവലപ്പേഴ്സ് തന്നെ ഒരു സ്റ്റോറിയാക്കി ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇറക്കിയെങ്കിലും സ്റ്റിൽ ഗെയിമേഴ്സിൻ്റെ ഇടയിൽ പല സ്റ്റോറീസും സബ്വേ സർഫറിനെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നുണ്ട്. എന്നാൽ ഡെവലപ്പേഴ്സായിട്ടുള്ള സൈബോ സ്റ്റുഡിയോസിൻ്റെ അവകാശവാദം ജെയ്ക്ക് എന്ന പയ്യൻ അടിമത്തവും ചട്ടക്കൂടുകളിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത യൂത്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്നാണ്. സ്ട്രീറ്റ് ആർട്ടും സ്കേറ്റിങ്ങും ഇഷ്ടപ്പെടുന്ന പയ്യനെ യൂത്ത് റെബിലിയനായിട്ടും ചേസീനിലെ ഇൻസ്പെക്ടർ റൂൾസ് ആൻഡ് കൺട്രോൾസിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതുമെന്നാണ്. ബട്ട് ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഇൻ്റർനെറ്റ് ലോകത്തിലെ മിത്ത് ഹണ്ടേഴ്സും ഫാൻ തിയറിസ്റ്റും പല കഥകൾ സബ്വേ സർഫറിനെ പറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റോറിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആദ്യമായി മൊബൈൽ ഗെയിമുകൾക്കിടയിൽ ബില്യണുകൾ ഡൗൺലോഡ് രേഖപ്പെടുത്തിയ സബ്വേ സർഫർ എന്നത് വെറും ഒരു ഗെയിമാണോ, അതോ ഫാൻ തിയറീസ് പറയുന്നത് പോലെ ട്രെയിൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട പയ്യന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടാണോ ഈ ഒരു ഗെയിം, അതോ മരിക്കുന്നതിന് മുന്നേ ഉള്ള ആ പയ്യൻ്റെ അവസാന നിമിഷങ്ങളാണോ ഗെയിമിൻ്റെ രൂപത്തിൽ നമ്മൾ കളിക്കുന്നത്? സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.